ഹലോ, എല്ലാവർക്കും നമസ്കാരം. യുവതയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞ് അമ്പലം വിസിറ്റിന് വേണ്ടി പോവാണ് കേട്ടോ. ഈ അമ്പലത്തിനെ കുറിച്ച് അമ്മ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. എന്തായാലും ഇപ്രാവശ്യം അങ്ങോട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പോവാമെന്ന് പറഞ്ഞ വശം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ കുന്നംകുളം റോഡ് വരുമ്പോൾ കടവല്ലൂർ പഞ്ചായത്തിലാണ് കേട്ടോ. കാണാൻ എന്തൊരു ഐശ്വര്യമാണെന്നറിയോ ഈ അമ്പലം. ഞങ്ങളെത്തിയതും എഴുന്നള്ളിപ്പിൻ്റെ പാതി ഭാഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മിസ്സാവണ്ട എന്ന് വിചാരിച്ച് ലേറ്റാണെങ്കിലും ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം എന്താണെങ്കിലും അമ്മ പറഞ്ഞപ്പോൾ പിന്നെ മിസ്സാകണ്ടെന്ന് കരുതി തന്നെ കേട്ടോ ഞാനിങ്ങോട്ട് വന്നതും. കടവല്ലൂർ ശ്രീരാമക്ഷേത്രം എന്നാണ് കേട്ടോ ഈ അമ്പലത്തിനെ പറയാം. ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വേദപ്രതിപാദം അന്യോന്യം നടക്കുന്ന അമ്പലമാണത്. അതായത് വേദങ്ങളുടെ ചൊല്ലിയിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറയും. വേദങ്ങൾ ചൊല്ലിയിട്ടുള്ള കോമ്പറ്റീഷൻ. ഇത് 8 ദിവസമാണ് ഉണ്ടാവുക. ഞങ്ങളിന്ന് വരുന്നത് 3ാമത്തെ ദിവസമായിരുന്നു. അപ്പം കോമ്പറ്റീഷൻസിൻ്റെ കൂടെ തന്നെ വേറെ പരിപാടികളും പിന്നെ അന്നദാനവും എല്ലാം ഈ അമ്പലത്തിന് തന്നെ ഉണ്ടാവും. കുട്ടികളും പ്രായമായ ആൾക്കാരും ഒക്കെ ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ട്. ഈ കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ മനസ്സിൽ മുഴുവൻ. അപ്പോൾ ഈ മേളം കഴിഞ്ഞിട്ട് വേണം ഇത് കാണാനെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മോൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനനുസരിച്ചിട്ട് അവർ കൊട്ടുന്നതിനനുസരിച്ച് താളമൊക്കെ കൊട്ടി അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം ആന വന്ന് നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് പൂജാരിമാരെല്ലാം അമ്പലത്തിൽ കയറി തൊഴുത് പിന്നെയാണ് ഈ കോമ്പറ്റീഷൻ തുടങ്ങുക. ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അവരെങ്ങനെയാണ് ചൊല്ലുക എന്നുള്ളത്. നമ്മൾ നോർമലി ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെയല്ല കേട്ടോ. സൈഡിൽ കുറച്ച് പേര് വേദങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് നമ്പൂതിരിമാർ അവർ ഭക്ഷണം വിളമ്പിയിട്ട് അവർ കഴിക്കുന്നുണ്ടാവും. അപ്പം പാരലലായിട്ടായിരിക്കും ഇത് രണ്ടും നടക്കുക. എന്തായാലും ഇതൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അതെല്ലാം കണ്ട് പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം.